നമ്മളിന്ന് അയൺമാൻ നടക്കണ കുറം ബീച്ചിന്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഞോഞ്ഞിയും ഹെസിയും അച്ചും പിന്നെ ബപ്പിയും ഇന്ന് നമ്മുടെ അയൺമാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടേക്കൊന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ഇവരുടെ ജേഴ്സിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതാ ഈ കടലിനോട് ചേർന്നിട്ടാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും. ഇതാ അവിടെ രജിസ്ട്രേഷൻ ടെൻ്റൊക്കെ ഇതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയി അവരുടെ ടീഷർട്ടും സംഭവങ്ങളൊക്കെ വാങ്ങാം. എല്ലാം ടെൻ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ആസ്ട്ര കേട്ടോ നമ്മുടെ എന്താ പറയുക ഹെൽത്ത് കെയർ പാർട്ട്ണർ. അങ്ങനെ നമുക്ക് ടീഷർട്ടും ബിബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡോ നിക്കടോ ടീഷർട്ട് ഒന്ന് കാണിച്ചേ. അച്ഛൻ്റെ നമ്പർ എത്ര? ബിബ് നമ്പർ 122 116. എസിയോ 122. എസിയും അച്ചും മാച്ചിങ് ആണല്ലോ, സെയിം നമ്പർ. ആ മൂന്നാളുടെയും റേസ് വേറെ വേറെ ടൈമിലല്ലേ. ഇവിടെ ഒരുപാട് കൗണ്ടറുകളും സംഭവങ്ങളൊക്കെ കാണാം. എല്ലാം സൈക്കിളിൻ്റെ കേട്ടോ. സൈക്കിൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് താല്പര്യമാവും. നമുക്ക് 5 കിലോ വരെയുള്ള സൈക്കിൾ വരെ അതിൽ കാണാം നമുക്ക്. ഈ സംഭവമൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഈ മെയിൻ അയൺമാൻ ഇവന്റ് നടക്കുന്നത് നാളെയാണ് കേട്ടോ. അത് മൊത്തം ഇതാണ് ഒമാൻ അയൺമാൻ 70.3 എന്നുള്ളത് മൈലാണ്. ഈ 70.3 മൈലില് മൊത്തം സ്വിമ്മിങ് 1.9 കിലോമീറ്റർ, പിന്നെ റണ്ണിങ് 21.1 കിലോമീറ്റർ, പിന്നെ സൈക്ലിങ് 90 കിലോമീറ്റർ ആണ്. ഇതാണ് അയൺമാൻ്റെ മൊത്തം സംഭവം വരുന്നത്. അപ്പൊ ഇവരുടെ എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യണേ? 3:30. അപ്പോൾ നമുക്കൊരു 3 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തിയാൽ മതി അല്ലേ? ആ ശരിയാ, പാർക്കിംഗ് കിട്ടാൻ അത്ര എളുപ്പാവില്ല കേട്ടോ. എന്താ അച്ചു രാവിലെ തന്നെ ക്ഷീണം കയറിയോ? ഓടാനുള്ളതാണ്, പൊരിക്കേണ്ടത് നമുക്ക്. ഇവിടെയാണ് അയൺമാൻ്റെ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. കണ്ടില്ലേ, നല്ല കുഷ്യനൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതാ അവിടെയാണ് പോഡിയം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് വിന്നേഴ്സൊക്കെ അവിടെ വരും. അത് അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചുറ്റുള്ള ഏരിയ. നമ്മളൊന്ന് വീട്ടിൽ പോയി തിരിച്ചെത്തിയോട് കൂടിയിട്ട് ഇവിടുത്തെ ആംബിയൻസൊക്കെ ആകെ മാറിയിട്ടോ. നിറച്ച് തിരക്കും ബഹളവും DJയും ആളുകളൊക്കെ ആയിട്ട് ആകെ ജഗ പുകയാണ്. പിള്ളേരെല്ലാവരും എന്താ അവിടെ ഓടാനുള്ള ജേഴ്സിയൊക്കെ ഇട്ട് ഫുൾ സെറ്റാണ്. We have got 1, 2, 3, 4, 5 different age groups. If your child is between 1-year-old and 5-year-old, put your hands in the air. That's you. 1 to 5. Your race is first. നമ്മുടെ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം വാമപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാർട്ടിസിപ്പൻസിന്റെ. That was the most exercise I've done in like 6 years. So, all right, moms and dads, when you collect your children, they will be at the back, but please don't go in there. Wait for them to come out. Is that okay? 1 to 4. Achu, Kunjundi. All right, all the best. Follow this gentleman here. ആദ്യത്തെ കാറ്റഗറി ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അച്ചുവും കുഞ്ഞുണ്ണിയാണ് ഓടുന്നത്. ഇവർക്ക് 100 മീറ്ററാണ് ഓടി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അച്ചു റൺ റൺ റൺ. അച്ചു റൺ. കുഞ്ഞുണ്ണിയുടെ റൺ. കുഞ്ഞുണ്ണി അച്ചു. ഓ കണ്ട കഴിഞ്ഞോ കുഞ്ഞുണ്ണി? മെഡൽ കിട്ടിയോ? ബാ 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 വേഗം പുറത്തു പോ. എന്താ വീണോ? ആ പിന്നെന്തു പറ്റി? ടയർഡായോ? എങ്ങനെ ഉണ്ടായിരുന്നു റേസ്? കുഞ്ഞുണ്ണി എങ്ങനെ ഉണ്ടായിരുന്നോടാ റേസ്? ചെറിയ റേസ് ആയിരുന്നു അല്ലേ? നമുക്ക് അടുത്ത പ്രാവശ്യം ബിഗില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ മെഡൽ നോക്കട്ടെ. ഓ ഗുഡ് മെഡലാണല്ലോ അച്ഛേ. കുഞ്ഞുണ്ണിക്കും സെയിം മെഡലാ. ഗുഡ്. ഹാപ്പി. ഇനി എസിറ റേസിന് പോവാ. ബാ നമ്മുടെ എസ്തർലയുടെ റേസ് ആണ്. എസ്തർല ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. തകർക്കുവോ? എന്ത്
അപ്പം മെസ്സിയുടെ ആണ് കേട്ടോ അടുത്ത കാറ്റഗറി. എസ്സിക്ക് ഇന്ന് ഓടാനുള്ളത് 200 മീറ്ററാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഓടി മരിച്ചോ താൻ? ക്ഷീണിച്ചോ? മെഡല് കാണിക്കേ, മെഡല് നോക്കട്ടെ. എന്താ സ്പീഡിലോടാഞ്ഞ്? മടുത്തോ? ആ കുഞ്ഞുണ്ണി സ്പീഡിലോടി. അടുത്തത് 400 മീറ്റേഴ്സ് നമ്മുടെ ഞോഞ്ഞിയുടെയും ബപ്പിയുടെ കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കാനുള്ള ഓപ്ഷനാണല്ലോ. നമുക്ക് പുറത്ത് പോയി കാണാൻ നിന്നാൽ പിന്നെ ഇവർ ഓടി വന്ന് അവസാനിക്കുന്നത് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് കാരണമാണ് നമ്മൾ ഈ ഫിനിഷിംഗ് പോയിന്റിൽ തന്നെ നിൽക്കണത്. അവര് കഥയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടാവുക, കഥയൊക്കെ പറഞ്ഞ അവസാനാവും. ഓടറേ ഓടറേ പപ്പിയെ ഓടേ. ഞോഞ്ഞിനെ കാണാല്ല, ഞോഞ്ഞിനെ കാണാല്ല. ഞോഞ്ഞിനെ എവിടെ? ഓടറേ, നടന്നു വരികയല്ലേ, നടന്നു പോയോട്ടോ. എവിടെ ഞോഞ്ഞി? എവിടെ? എന്തടി നടന്നിട്ട് വരുന്നുണ്ടായിരുന്നേ? മടുക്കേ? എങ്ങനെ നടന്നോ തന്റെ? താനും നടന്നിട്ട് വരുന്നുണ്ടായിരുന്നേ? തണുത്ത വെള്ളം കുടിക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ ഒരു ജഗ പുകയായിരുന്നു, DJ മ്യൂസിക്കും ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട്. കുറത്ത് ഈ ഒരു ഏരിയ അടിപൊളിയല്ലേ. ഒരു സൈഡില് കടലും ഇപ്പുറത്തെ സൈഡില് കടൽ കയറിയിട്ടുള്ള കണ്ടൽക്കാടൊക്കെ ആയിട്ട് അടിപൊളിയൊരു സ്ഥലം. നമ്മുടെ കണ്ണൂരൊക്കെ എത്തിയൊരു പ്രതീതിയാണ് കേട്ടോ. കണ്ടില്ലേ, നിറച്ച് ഈ ഏരിയയിലൊരു കണ്ടൽക്കാടാണ്. ഇനി ഇവിടെ എന്താ പരിപാടി? ഇവിടെ മസ്കറ്റ് ക്ലബില് ഓർത്തഡോക്സ് പള്ളിക്കാർ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. എന്താ ഫുഡ് ഫെസ്റ്റിവൽ? ഇതുണ്ട്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പോയി നോക്കാം. ആക്ടിവിറ്റീസ് ആരൊക്കെ വരുന്നുണ്ട് അല്ലേ? എന്തൊക്കെയോ പേര് എനിക്കറിയത്തില്ല. അവരൊക്കെ കൊമേഡിയൻസും പാട്ടുകാരും ഇവരൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അതൊന്ന് പോയി പിള്ളേരുടെ കൊറേ ഉണ്ടോ? എന്താണെങ്കിലും അതൊന്ന് പോയി നോക്കട്ടെ. വാദിക്കബീർ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി. ഈ ഗ്രൗണ്ടിന്റെ പേരെന്താന്നുള്ളത് ഞാൻ മറന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വഴിക്കുണ്ടല്ലോ, നാട്ടിലൊക്കെ ഏതൊരു പൂരപ്പറമ്പിലേക്ക് കയറിയ അതേ ഫീലിങ്സ് ആട്ടാ. നിറച്ച ആൾക്കാരും ബഹളവും തട്ടുകടകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുൾ വൈബാണ്. ഇതവിടെ കണ്ടില്ലേ, നല്ലൊരു നാടൻ തട്ടുകട. ഇവിടെ നല്ല തട്ടുദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു, പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ഫുൾ സെറ്റാട്ടോ. നമ്മളൊന്നും നോക്കാൻ നിന്നില്ല, ആദ്യം തന്നെ 4 തട്ടുദോശയ്ക്ക് ഓർഡർ ചെയ്തു കേട്ടാ. ഒപ്പം തന്നെ നമ്മൾ 2 ഡബിൾ ഓംലേറ്റും നല്ല എരിവിട്ടിട്ട് തന്നെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതാ അതിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് തട്ടുദോശ? ഓ നല്ല തട്ടാണല്ലോ തട്ടുദോശ. ചമ്മന്തിയും സാമ്പാറുണ്ടോ? മസാലയും പൊടിയോ എല്ലാരും നല്ല പിടുത്താണല്ലോ. മുട്ട തകർത്തുട്ടാ, ഓപ്പൺ എയറിൽ നിന്നിട്ട് തീറ്റ പൊരിച്ചു. ഈ അമ്മച്ചിമാര് നടത്തിയ ഈ കട ഉണ്ടല്ലോ, ഈ തട്ടുകട സൂപ്പറായിരുന്നു കേട്ടാ. നല്ല ചേമ്പ്, കപ്പ, കാച്ചില് എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 3-4 ടൈപ്പ് ചമ്മന്തിയും, മുളക് ഉടച്ചത്, പിന്നെ പുളി, പിന്നെ മോരുകൊണ്ടുള്ളൊരു ചമ്മന്തി, ഒരുപാട് വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടായിരുന്നു. ഏതാ നല്ല മതിയാ? കറപ്പ കറിയല്ലേ? തനിക്ക് ബീഫ് ഫ്രൈ അല്ലേ വേണ്ടത്? തന്നെ പോയി ബീഫ് കറിയും പൊറോട്ടയൊക്കെ വാങ്ങാൻ തുടങ്ങിയത്.
ഓ അവിടെ ബീഫിനും പൊറോട്ടയ്ക്കുള്ള അടിപിടിയാട്ടാ. എങ്ങനെയുണ്ട് ബീഫും പൊറോട്ടയും? അപ്പേ തകർത്താ? एक एक करके देगा? ठीक है. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു BP-യും നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിക്കാന്ന്. എല്ലാം നോർമലാണ്. എന്നാലും ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ വെറുതെ പാഴാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. എന്താ പറഞ്ഞ ഷുഗർ എത്രയാ? BP ഭക്ഷണം കഴിച്ചാലൊന്നും കൂടില്ല. ഷുഗർ എന്താ? മെഷീൻ തെറ്റാ. പിള്ളേരൊക്കെ അവിടെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നിരന്നിരിക്കുന്നുണ്ട്. ആദ്യം ഞോഞ്ഞിയും ബപ്പിയാണ് ഇരിക്കണത്. അത് കഴിഞ്ഞതാ എസ്സി ഇവിടെ ലൈനിൽ നിൽക്കുന്നുണ്ട്. കുറേ ഡിസൈനുകളിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതവർ നമുക്ക് ഇട്ട് തരും. ഇവിടെ നിന്നൊരു ഘനഗംഭീരൻ വടംവലി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫൈനലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പരിപാടികൾ അവസാനിച്ചിട്ടില്ല. പാട്ടും ഡാൻസും സ്കിറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ ഇനി വരാണ്ട്. നമ്മൾ രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം ആകെ ക്ഷീണിച്ചു. പ്രത്യേകിച്ച് പിള്ളേർ, അവരാ ഓട്ടമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ആകെ ക്ഷീണാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.